അടുത്ത സെക്ഷൻ ഈ ഒരു സ്റ്റെറൈൽ സ്റ്റോറേജ് ഏരിയയുടെയും അവിടുത്തെ ഷെൽഫുകളുടെയും ഒക്കെ ക്ലീനിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ റൂട്ടീൻ ക്ലീനിങ്ങിന് വേണ്ടി ഒരു SOP ഉണ്ടായിരിക്കണം. അതിൽ ഡെയിലി റുട്ടീനായിട്ട് ആ ഒരു ഏരിയയുടെ ഫ്ലോറുകളൊക്കെ വെറ്റ് മോപ്പിംഗ് ആണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് വാക്വം ഡസ്റ്റിങ്ങും ചെയ്യാം. അപ്പോൾ വെറ്റ് മോപ്പിങ്ങിൽ നമ്മളൊരു ജെർമിസൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് നനഞ്ഞ മോപ്പ് കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലെ ചുമരുകൾ, നമ്മുടെ സീലിങ്, എന്തെങ്കിലും വെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം റൂട്ടീനായിട്ട് ക്ലീൻ ചെയ്യുക. അടുത്ത് നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് ഷെൽഫുകളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് എല്ലാ സ്റ്റെറൈൽ ഐറ്റംസും നമ്മൾ എടുത്ത് മാറ്റുക അവിടെ നിന്ന്. എന്നിട്ട് ആ റാക്കുകളും ആ ഷെൽഫുകളുടെയും സർഫസും എല്ലാ സൈഡും ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്ലീനിങ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് അത് വെച്ച് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുക. ഇങ്ങനെ ഈ ഷെൽഫുകളും റാക്കൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സർഫസ് പ്രോപ്പറായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ സ്റ്റെറൈൽ ഐറ്റംസ് തിരിച്ചെടുത്ത് ഷെൽഫുകളിലേക്ക് വയ്ക്കാവൂ. അപ്പോൾ അത് ഡ്രൈ ആവാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ആൽക്കഹോള് വൈപ്പിങ്ങും ചെയ്യാവുന്നതാണ്. കാരണം ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു ഡ്രൈയിങ് ഏജൻ്റ് ആണല്ലേ. നമ്മുടെ ഈ ഹാൻഡ് സാനിറ്റൈസറിലൊക്കെ വരുന്ന പോലെ പെട്ടെന്ന് ഡ്രൈ ആവും ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ആ ഒരു സർഫസ്. എന്നിട്ട് അവിടെ ഒരു ഏരിയ ക്ലീനിങ് ചെക്ക് ലിസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അത് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ. അടുത്ത സെക്ഷൻ ഈ ഒരു സ്റ്റെറൈൽ ഐറ്റംസിൻ്റെ ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ സ്റ്റോറേജ് ഏരിയയിൽ നിന്നും നമ്മളത് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് യൂസർ അല്ലെങ്കിൽ യൂസർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതൊക്കെ വഴിയിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഐറ്റംസ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുമ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് യൂസർ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തുന്നത് വരെ അതിൻ്റെ സ്റ്റെറിലിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ. അപ്പോൾ മെയിനായിട്ടും 4 മെത്തേഡ്സിലാണ് നമ്മൾ ഈ ഒരു സ്റ്റെറൈൽ ഐറ്റംസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് ഹാൻഡ് ക്യാരിയിങ്. അതായത് ആ ഒരു യൂസർ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ് ഇപ്പോൾ കണ്ടെയ്നറിലൊക്കെ ഉള്ള ഐറ്റംസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, കയ്യിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ഇങ്ങനെ ഹാൻഡ് ക്യാരിയിങ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ അത് ബോഡിയിൽ ടച്ച് ചെയ്യാതെ, ബോഡിയുമായിട്ട് കോണ്ടാക്റ്റ് വരാതെ ശ്രദ്ധിക്കുക. അടുത്ത ഒരു മെത്തേഡാണ് കാർട്ട് ട്രാൻസ്പോർട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ട്രോളി അല്ലെങ്കിൽ കാർട്ടുകൾ കൊണ്ടുവന്നിട്ട് അതിൽ വെച്ചുകൊണ്ട് പോകും. അതായത് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ട്രോളികളും കാണും, അല്ലെങ്കിൽ ഡോറൊക്കെയുള്ള ക്ലോസ്ഡ് കാർട്ട്സും കാണും. പക്ഷേ ഈ കാർട്ട്സ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം, നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കാർട്ട്സ്. ഇതിൽ തന്നെ ഈ ഒരു ക്ലോസ്ഡ് കാർട്ട്സ് ആണെങ്കിൽ നമ്മുടെ പുറമേ നിന്നുള്ള എയർ ആൻഡ് ഡസ്റ്റ് കണ്ടാമിനേഷനിൽ നിന്നൊക്കെ പാക്കേജുകളെ സംരക്ഷിക്കും. ഓക്കെ. അടുത്ത ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ലിഫ്റ്റുകളാണ്. അല്ലെങ്കിൽ നമ്മുടെ CSSDയും OT ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഡം വെയിറ്റേഴ്സ് കാണും അല്ലേ. അത് ഡേർട്ടി ഐറ്റംസ് റിസീവ് ചെയ്യാൻ ഡേർട്ടി ഏരിയയിലും കാണും, നമ്മുടെ ഈ സ്റ്റെറൈൽ ഐറ്റംസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സ്റ്റെറൈൽ ഏരിയയിലും ലിഫ്റ്റുകൾ കാണും. പിന്നെ ലാസ്റ്റ് മെത്തേഡ്, ഇപ്പോൾ നമ്മുടെ ഫെസിലിറ്റിക്ക് പുറത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് പുറത്താണ് സ്റ്റെറൈൽ ഐറ്റംസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ അതിന് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് അതിൽ കൊണ്ടുപോകും. ഓക്കെ, ഇതൊക്കെ അറിയാമല്ലോ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട 2-3 ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും സ്റ്റെറൈൽ പാക്കേജുകൾ തറയിൽ വീഴുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റെറൈൽ ഐറ്റം തറയിൽ വീഴുന്നാൽ അതിനെ അൺസ്റ്റെറൈലായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ചിലപ്പോൾ അതിന് ഡാമേജ് ഒന്നും കാണില്ല, എന്നാലും അത് അൺസ്റ്റെറൈലാണ്. അത് നേരെ ഡീകണ്ടാമിനേഷൻ ഏരിയയിൽ പോകും. അവിടെ നിന്ന് വീണ്ടും ക്ലീനിങ്, ഇൻസ്പെക്ഷൻ, അസംബ്ലി, പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് സ്റ്റെറിലൈസ് ചെയ്ത് നമ്മുടെ സ്റ്റെറൈൽ ഏരിയയിൽ എത്തണം. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു സ്റ്റെറൈൽ പാക്കേജ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴും അതുപോലെ തന്നെ അത് എൻഡ് യൂസറിൽ, അതായത് യൂസർ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ് അത് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴും പ്രോപ്പറായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ. അതായത് അതിൻ്റെ പാക്കേജ് ഇൻറ്റഗ്രിറ്റി, എന്തെങ്കിലും ഡാമേജ് ആ പാക്കേജിന് സംഭവിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, നമ്മുടെ പാക്കേജിന് പുറത്തുള്ള പ്രോസസ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ക്ലാസ് 1 എക്സ്റ്റേണൽ പാക്ക് കൺട്രോള്, അതുപോലെ തന്നെ ആ പാക്കേജിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻറ്റേർണൽ പാക്ക് കൺട്രോൾസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ കെമിക്കൽ ഇൻഡിക്കേറ്ററിൻ്റെ കളർ ചേഞ്ച്, ഇതെല്ലാം പ്രോപ്പറായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ പാക്കേജിങ്ങിൻ്റെ സീലിംഗ് അല്ലേ, ടാമ്പർ എവിഡൻറ്റ് സീലിംഗ്, അത് എന്തെങ്കിലും മോയ്സ്ചർ കണ്ടൻ്റ് ഉണ്ടോ, ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ആ പാക്കേജ് നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കാവൂ. ചെക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടാമിനേറ്റഡ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം.